ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ആൻഡ് ഈസി ആയിട്ടുള്ള ചിക്കൻ്റെ വേറൊരു റെസിപ്പി നോക്കാം അല്ലേ. ഇതെന്താണെന്നല്ലേ, ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ചിക്കനെല്ലാം നന്നായിട്ട് പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി നാരങ്ങാനീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചിക്കനെ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇങ്ങനൊരു കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമുക്കതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് മൊത്തം ഒന്ന് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ഗ്രേവിക്കായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മണ്ടയിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂകി ഒന്ന് നമുക്ക് നല്ലപോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ ഫുള്ള് ഗ്രേവി പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇച്ചിരി നേരം അതിനെ ഒന്ന് അടച്ചു വെക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.